Krishna 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 Vinnati nagarara Krishna Krishnaiya Mannuti naganelara Maya cheyanelara Vinnati nagarara Krishna Krishnaiya Mannuti naganelara Maya cheyanelara Vinnati nagarara Krishna నేలరా మాయ జయానేలరా వెన్నది నగరారా కృష్ణ కృష్ణయ్య మన్ను తినగనేలరా మాయ జయానేలరా వెన్నది నగరారా. വെണ്ണയും മണ്ണും പിന്നെ കൃഷ്ണന്റെ കഥ. അത് തന്നെ. അതെ. മോളെ ഇതിന്റെ റിസൾട്ട് വന്നോ? വന്നു. എ ഗ്രേഡ് ഉണ്ട്. ഇനി ഏതൊക്കെ ഇവന്റുകളുണ്ട്? നാളെ കേരള നടനുണ്ട്. അപ്പൊ അതിന് എ ഗ്രേഡ് വാങ്ങത്തില്ലേ? കോട്ടയത്തിന് കഴിഞ്ഞു. ഇത് ഫസ്റ്റ് ആണല്ലേ? അല്ല, എത്ര ഇവന്റ് ആയി ഇവിടെ മൊത്തം മോളുടെ? കുച്ചിപ്പുടി. അപ്പൊ അതിന് എ ഗ്രേഡ് ഉണ്ട്. അതെ. നാളെ കേരള നടന ഇങ്ങോട്ട് വരണം, മറക്കല്ലേ. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങളുടെ പണി ഇതാ. അതെ. കപ്പ് കപ്പ് കോട്ടയം. അപ്പൊ ഇനി അടുത്ത പെർഫോമൻസ് നമ്മുടെ സ്വന്തം പിള്ളേരുടെ. അതെ, സ്വന്തം എന്ന് പറഞ്ഞാ സ്വന്തം പിള്ളേരുടെ. മക്കളെ വാ. ഇതേ എന്താ ഇവന്റ്? എന്താ? ഇംഗ്ലീഷ് സ്കിറ്റ്. ഇത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ സ്വന്തം പിള്ളേരാന്ന് പറഞ്ഞത്. അതാദ്യം ഇവരുടെ പരിപാടി ഒന്ന് കഴിയട്ടെ. പരിപാടിക്ക് ശേഷം ഇതിന്റെ തലപ്പത്തുള്ള ആളെയൊക്കെ നമ്മൾ കൊണ്ടുവരും, മുന്നിലേക്ക് എത്തിക്കും. അപ്പം അതിനുവേണ്ടി ചെറിയൊരു സെറ്റപ്പ്, നമുക്ക് ആ മൈക്കിന്റെ സെറ്റപ്പ് ചെയ്യാനുണ്ട്. നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. വാശി പിടിപ്പതിനെന്തിനാണാവോ പൂങ്കുറവ ആരാരോ കാട്ടുമരങ്ങളിലൂ ഊഞ്ഞാലാടണ കണ്ടേ ആരിവനെന്നൊരു കാര്യം ഇന്നു ഞാൻ മെല്ലെ ചൊല്ലം കുറത്തി കാറ്റിന്റെ മക്കളാണേ ഒട്ടു ഊറ്റവും കയ്യിലുണ്ടേ ഏറ്റവും കലയുവനായി ഇങ്ങ് കാത്തു കിടപ്പതിവൻ ഗന്ധവാഹകാത്മജനം ഭീമനാഞ്ജനേയന്മാരാൽ ഗന്ധീതമീ സൗഗന്ധികം ചിന്തും കഥകൾ ഒട്ടു നേരമേറ്റുമുട്ടി തോറ്റ നേരമോടുവിലായി കൂട്ടിരുന്ന ഭീമനോർത്തു ആരിവനിന്നും ഇഷ്ടമേറും ഹനുമാൻ തൻ സ്പഷ്ടരൂപം കണ്ട നേരം ഇഷ്ടമേറും ഹനുമാൻ തൻ സ്പഷ്ടരൂപം കണ്ട നേരം ദാസ്യമെല്ലാം ഒഴിച്ചുടൻ നമസ്കരിച്ചേൻ ഭീമൻ തൃപ്പാദത്തിൽ സാഷ്ടാംഗം നമസ്കരിച്ചേ വീരനാം ഭീമനോടാഞ്ജനയൻ വൈരം കളഞ്ഞൊര ചെയ്ത നേരം വീരനാം ഭീമ
യെസ്, നമ്മുടെ ഇംഗ്ലീഷ് കിറ്റിലുള്ള കുട്ടികൾ റെഡിയാണ്, തയ്യാറാണ്. ഇനി നേരെ അതിലേക്ക്. അതെ, യെസ്, തുടങ്ങിയോ? Give it right back to you. No, I'll never give it back. Alien, I want that ship. You should give me that ship. No, I am taking that ship. I did. Stop fighting. Last night, saw the scene. My third eye. He's slow. Reached other from Galaxy 7. No, I am from Alpha Centaurian. Science, give us a win. Donate your spaceship for temple development. Guruji, can we just sing it for blessing? Yes, of course. Hey, wait. It's not free. Rupees 500 for a Dutch and rupees 1,000 for a special Dutch. What do you mean? Don't you know that? It's a sacred medium that is at the level of respect you see here. Guruji, please help me. My daughter is sick. Don't worry, my dear. Everything will be fine. Perform a ritual for 600 rupees. The digital tariff is available in the office. Guruji, after performing the ritual, will my daughter be alright? So, you want to perform? Before coming here, my left leg was shorter than my right one. I couldn't even walk properly. Then, Guruji performed the ritual. Now look at me. I can walk, run, jump and do whatever I want. I was totally blind. I couldn't even say whether it's day or night. After the ritual, I can see everything. Now I feel like I got a super bus. യെസ്, തകർത്തല്ലേ? ഞാൻ ഇതിന്റെ ഇടയ്ക്ക് അവിടെ ഒരു സുരേഷ് ഗോപിയെ കണ്ടായിരുന്നു. സുരേഷ് ഗോപിയോ? സുരേഷ് ഗോപി കണ്ടില്ല? അവരുടെ ഡയലോഗ് ഇല്ലായിരുന്നു. ഓ, ഇംഗ്ലീഷ് മനസ്സിലായില്ല. ആക്ഷൻ കണ്ട എനിക്ക് അറിയണം കണ്ടുപിടിക്കാൻ. ഓ, അപ്പൊ ഇംഗ്ലീഷ് അറിയത്തില്ല. സമ്മതിച്ചു. ഇപ്പൊ സമ്മതിച്ചു. നന്നായി. ഓക്കെ, അപ്പൊ ആ സ്റ്റാൻഡ് ഒന്ന് മാറ്റിക്കും. ഓക്കെ. കാളിദാസ്, ഇതിന്റെ തീം അല്ലെങ്കിൽ നമ്മളിപ്പം ഇംഗ്ലീഷിലല്ല. അല്ലല്ല, ഇതിന്റെ തീം എനിക്കറിയാം. ഇതിന്റെ തീം എനിക്കറിയാം. അറിയാമോ? എനിക്കറിയില്ല. അപ്പൊ നമുക്കേ ഇത് മലയാളത്തിൽ അല്ലല്ല, ഞാൻ സിമ്പിൾ ആയിട്ട് പറയട്ടെ. ഇതാരാന്ന് മനസ്സിലായോ? മനസ്സിലായില്ലല്ലേ? പേര് കിട്ടുന്നില്ല. നമുക്കേ ഇത് പഠിപ്പിച്ച മാഷിനെ വിളിക്കാം. അതെ അതെ, 2 മാഷിമാരുണ്ട്. മാഷിമാരെ ഒന്ന് വാ. രാഹുൽ മാഷേ. യെസ്, മാഷ് ഒന്ന് നടുക്കോട്ട് നിന്ന്. അശ്വിൻ മാഷ് നടുക്കോട്ട് നിന്ന്. പരിചയമുള്ളത് അശ്വിൻ ചേട്ടനാണ്. അതെന്താണ് നമ്മുടെ സ്വന്തം കുട്ടികളെന്ന് തിരുവനന്തപുരത്ത് നിന്നാണ് പിള്ളേര് വരുന്നത്. ഇതിലെ നമ്മുടെ ഈ അശ്വിൻ മാഷ് ഉണ്ടല്ലോ, കേരള വിഷൻ ന്യൂസിലെ ഏറ്റവും മർമ്മപ്രധാനമായ പല രംഗങ്ങളും കട്ടിയിടുന്ന ആളായിരുന്നു. നമ്മളെ ഇപ്പം നമ്മുടെ ഫാമിലിയിൽ ഇല്ല. ഇപ്പം ഇതാണ് ഈ പിള്ളേരെ വാർത്തെടുക്കുക. അശ്വൻ മാഷേ, പറ, എന്താ പറയണ്ടേ? എന്താ വിശേഷം? എന്താ പറ. ഇതൊക്കെ തന്നെ പരിപാടി. പിള്ളേര് എ ഗ്രേഡ് തൂക്കിയില്ലേ? അതെ, രാഹുൽ മാഷിന് എങ്ങനെയുണ്ട്? പിള്ളേര് തകർത്തല്ലേ? തകർത്ത് കളിച്ചു. എ ഗ്രേഡ് കിട്ടി. പിന്നെ ഏറ്റിങ്ങര സബ് ജില്ലയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ടീം സ്റ്റേറ്റ് വരുന്നത്. അത് ഇംഗ്ലീഷ് കിറ്റിന് റെക്കോർഡ്. യെസ്, രാഹുൽ മാഷിന് ആവേശം അറിയാൻ. രാഹുൽ മാഷിന് അങ്ങനെ ഒരു ഭൂതകാലമുണ്ട്. യെസ്, നമുക്ക് വേണ്ടല്ലേ, നമുക്ക് അതിലേക്ക് കിടക്കുന്നില്ല. നമുക്ക് പിള്ളേരുടെ വിശേഷങ്ങൾ ചോദിച്ചു. അപ്പൊ മോളെ ഇവിടുന്ന് പേര് പറഞ്ഞു തുടങ്ങിക്കോ. എന്റെ പേര് ആഷിമ, ഋഷിക, ഐശ്വര്യ ദേവി, ഗാഷിയ, അഖിന, ഋതിക, അപ്സര, അശ്വനി. എല്ലാരും എത്രയല്ല? ഞാൻ 10-ല്. ബാക്കിയുള്ളവര്? 9-ല്. 9-ല്. 10, 9, 8 എല്ലാരും അങ്ങനെയാണല്ലേ? എല്ലാരും അങ്ങനെ. അപ്പം ഇനി ഇതിന്റെ തീമിലേക്ക് നമുക്ക് പോവാം. ഇത് കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് തീമാണിത്. അപ്പൊ തീം ആര്? കുട്ടികൾ പറയാ, മാഷ് പറയും? ആരാ പറയണ്ടേ? നമ്മുടെ ഇവിടെ വരുന്ന ഒരു ഏലിയൻ എന്തൊക്കെ ഫേസ്, നമ്മളെ സമകാലിക പ്രസക്തിയുള്ള കാര്യങ്ങൾ വന്നിട്ട്, അതുപോലെ ആൾ ദൈവങ്ങൾ. ഇപ്പൊ നമ്മൾ കണ്ട ഒരു സ്വാമിജി ഉണ്ടായിരുന്നു. അതാണ് സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞത് അല്ലേ? സുരേഷ് ഗോപി സ്വാമിയല്ലേ? അല്ല, സുരേഷ് ഗോപി എന്തോ വന്നുപോയി. അതെ, വന്നുപോയി. അതുപോലെ പൊളിറ്റീഷ്യൻസ്, ആൾ ദൈവങ്ങൾ, അതുപോലെ മാധ്യമം, ഇവരൊക്കെ പുറത്തുനിന്ന് വരുന്ന ഒരാളെ എങ്ങനെ സ്വീകരിക്കും? ഇപ്പൊ ഇത് ഏലിയനാണ്. ഏലിയനെ എങ്ങനെ സ്വീകരിക്കും? ഏലിയനല്ല, അന്യഗ്രഹ ജീവി. പൊതുവെയുള്ള കാര്യങ്ങളെയൊക്കെ അവരുടെ യൂസിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വേണ്ടിയിട്ട്
പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ ഇവിടെയുള്ള സൊസൈറ്റിയിലുള്ള ആൾക്കാർ എങ്ങനെയാണ് അവരെ ഉപയോഗിക്കുന്നത് എന്ന് എടുത്തു കാണിക്കുന്ന ഒരു സ്കിറ്റാണ്. അപ്പോൾ ഇതിനകത്ത് പൊളിറ്റീഷ്യൻസ് ഉണ്ട്, അതേപോലെ നമ്മുടെ സൊസൈറ്റിയെ പിടിച്ചു നിർത്തുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നതിനെ പോർട്രേറ്റ് ചെയ്യുന്ന ഒരു സ്കിറ്റാണിത്. അപ്പോൾ ഏലിയനെ മുൻനിർത്തി ഈ സമൂഹത്തിൽ നടക്കുന്ന കുറെ കാര്യങ്ങളെ എടുത്തു കാണിക്കുന്നു. ഈ ഏലിയന് തിരിച്ചു പോകാൻ പറ്റിയോ? ഇല്ലേ? ഇല്ല, തിരിച്ചു പോകാൻ പറ്റി. ഇവിടെ പെട്ട് ഏലിയൻ ഇവിടെ ട്രാപ്ഡ് ആണ്. അപ്പം രാഷ്ട്രീയക്കാരെല്ലാരും കൂടെ പിടിച്ചു നിർത്തിയോ? വേറെ വഴിയില്ല. അപ്പം എല്ലാ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാം ഏലിയന്. ഏലിയനെ എല്ലാരും കൂടെ പിടിച്ചു വലിക്കുകയാണ്. സ്വാമിമാര് വലിക്കുന്നുണ്ട്, അതുപോലെ പൊളിറ്റീഷ്യൻസും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും. മീഡിയ അപ്പൊ അങ്ങനെയാണ് ഏലിയ ഇനി വിട്ടുകൊടുക്കണ്ട. ഇനിയിപ്പോ ഇവിടെ തന്നെ ആയിക്കോ. ഭൂമിയിൽ നിന്ന് രാഷ്ട്രീയത്തിൽ നിൽക്കുക. നമ്മുടെ ചിഹ്നം അന്യഗ്രഹ പേടകം. അത് ഞാനൊന്ന് മലയാളീകരിച്ച് പറഞ്ഞതേ ഉള്ളൂ. അതെ. അപ്പം ഇനി എന്തൊക്കെയാ പരിപാടി? എല്ലാരും നന്നാക്കുക, അത്ര. അപ്പം തിരുവനന്തപുരം കപ്പെടുക്കുവോ? കപ്പെടുക്കും. 5ാം സ്ഥാനത്താ തിരുവനന്തപുരം. കുഴപ്പമില്ല, ഏകരേറ്റ് എടുത്ത് തൂക്കും. കോഴിക്കോട് തന്നില്ലെങ്കിലോ? കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾ വാങ്ങും. അത് നല്ല കോൺഫിഡൻസിലാണ് പറയുന്നത്. അമ്മേ. അതെ അതെ. ആരാ മാഷുമാരാരാ തിരകര കോൺഫിഡൻസ് വരാതിരിക്കും? മാഷുമാർക്ക്. അതെ, മാഷുമാരൊക്കെ. അശമാഷ് കേരള വിഷൻ ഒരു പോക്ക് പോയതാ. അതെ. പിന്നെ കണ്ടില്ല അശമാഷിനെ. അതെ, പിന്നെ ലാൻഡ് ചെയ്തത്. അതെ, അതെ അതെ പഠിപ്പിച്ചെടുത്തു. അതൊന്ന് രാഹുൽ മാഷിന് കൊടുത്ത. രാഹുൽ മാഷിന്റെ കുറച്ചധികം വിശേഷം ചോദിക്കാനുണ്ട്. ഇത് എത്ര സമയം എടുത്തു? ഞങ്ങള് 2 മാസത്തെ കോച്ചിങ് ആണ്. 2 മാസമുള്ളൂ. അതായത് ജില്ലക്കും സബ് ജില്ല തൊട്ട് സബ് ജില്ല, പിന്നെ സ്ക്രിപ്റ്റ് തൊട്ട് ഞങ്ങള് ശരിക്കും പറഞ്ഞ ഒരു 3 മാസത്തെ പരിപാടിയാണ്. അപ്പോ 2 മാസം കുട്ടികളുടെ ട്രെയിനിങ് പരിപാടി. അവര് നന്നായിട്ട് സഹകരിച്ചു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ഒക്കെ ആയിട്ട് കളറായിട്ട് പോയി. നമുക്ക് അങ്ങനെ വലിയ തടസ്സങ്ങളൊന്നും വരാതെ അല്ലേ? ഞങ്ങളൊന്നും വന്നിട്ടില്ല. അഥവാ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ചാടിക്കടന്ന് ഏവനൊക്കെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിലും അവനെയൊക്കെ തട്ടി വരി നമ്മൾ മുന്നിൽ വന്നല്ലേ? അത്രേ ഉള്ളൂ. ഏതവ മുന്നിൽ വന്നാലും തട്ടി വരി മുന്നിൽ പോണം കേട്ടോ. അതെ. അപ്പൊ തിരുവനന്തപുരം കപ്പെടുക്കുവോ? വിട്ടില്ലേ? തിരുവനന്തപുരം കപ്പെടുക്കും. ഏലിയനോട് ചോദ്യം. തിരുവനന്തപുരം കപ്പെടുക്കും. 5ാം സ്ഥാനത്താണ് തിരുവനന്തപുരം ഉള്ളത്. 5ാം സ്ഥാനത്ത്. നമുക്ക് ഈ 2 ദിവസം കൂടെ എങ്ങനെയും കപ്പ് പിടിക്കണം. 600 പോയിന്റുമായിട്ട് തിരുവനന്തപുരം 5ാം സ്ഥാനത്ത്. 2 ദിവസം കൂടെ സമയമുണ്ട്. ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു, തിരുവനന്തപുരത്തിന് കപ്പ് കിട്ടുമോ? കപ്പ് കിട്ടും. അപ്പം 634 കണ്ണൂരിനുണ്ട്. 600 പോയിന്റാണ് തിരുവനന്തപുരത്തിനുള്ളത്. 34 പോയിന്റ് ഉണ്ട്. ഇപ്പൊ പിടിച്ച ഒരൊറ്റ തിരുവനന്തപുരത്തേക്ക് കപ്പ് കൊണ്ടുപോവാം. രാഹുൽ മാഷെ, തിരുവനന്തപുരം കപ്പെടുക്കുവോ? തിരുവനന്തപുരം കപ്പെടുക്കും. പിള്ളേർ സ്ട്രോങ് ആണ്, അതുകൊണ്ട് ട്രിവാൻഡ്രം കപ്പെടുക്കും. പപ്പനാവിന്റെ പിള്ളേർ സ്ട്രോങ് ആണ് അല്ലേ? പപ്പനാവൻ തന്നെ. ഏറ്റവും കൂടുതൽ സ്വർണ്ണം എവിടാ? പപ്പനാവിന്റെ കയ്യില. പണം ആരുടെ കയ്യില? പപ്പനാവിന്റെ കയ്യില. ഇത്തവണ കപ്പും പപ്പനാവിന്റെ പിള്ളേർ. അപ്പൊ ഓക്കെ, തൂക്കി. രാഹുൽ മാഷും അശ്വമാഷും പിള്ളേരും തൂക്കി. ഓക്കെ. അപ്പൊ ഓക്കെ, നമുക്ക് കാണണം മാഷിനെ. യെസ്. അപ്പൊ താങ്ക് യു ടീം. ഓക്കെ, അടുത്തതാരാണ്? നാടോടി നൃത്തം. ബോയ്സ് വിഭാഗം നാടോടി നൃത്തം. തേനും തേനിനെ ഓടിക്കാനുള്ള സാധനം. ഞാൻ കായിക്കട്ടെ. മലങ്കുറവനാണോ? അല്ല, പിന്നെന്താ? ഇത് ലഹരി എന്ന ഒരു പുതിയ ഐറ്റാണ്. ഈ വർഷം പുതുതായി ചിട്ടപ്പെടുത്തിയതാണ്. അപ്പം നമുക്ക് മ്യൂസിക് റെഡിയാണോ? തുടങ്ങുമല്ലോ. അതിനുശേഷം നമുക്ക് പേരിലേക്കും വിശേഷത്തിലേക്കും ഒക്കെ വരാം. ജില്ല ഏതാ? ജില്ല കോഴിക്കോട്. കോഴിക്കോട് എവിടെ? കോഴിക്കോട് മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ് എവിടെ? മെഡിക്കൽ കോളേജ് ക്യാമ്പസിലാ? അത് ചേവായൂരല്ലേ? ചേവായൂർ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് എന്നല്ലേ പറയാ? അങ്ങനെയും പറയാം. എന്റെ വീട് ചേവായൂരാ. എവിടെ വീട്? ചേവായൂരല്ല വരുന്നത്, മെഡിക്കൽ കോളേജാണ് വീട് വരുന്നത്. പക്ഷെ ചേവായൂർ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. എന്റെ ട്യൂഷൻ ചേവായൂരാണ് ഫുള്ള് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ആ പരിപാടിയിലേക്ക് കടക്കാം. ഞാൻ ജില്ലയിൽ ചോദിച്ചു മ്യൂസിക്. പെൺമണി ഭീതിയിലെന്ന്
യെസ്, കൊള്ളാല്ലേ? അതെ, അത് തകർത്ത്. ഓ, അവന് ചെറിയൊരു ക്ഷീണം വന്ന പോലെ ഉണ്ട്. പേരൊന്നും കൂടെ പറഞ്ഞു. പേര് അദ്രിനാഥ്. അദ്രിനാഥ്. +1 10th 10th 2 കൊല്ലം കൂടെ ഉണ്ട് ഇനി. 2 കൊല്ലം കൂടെ ഉണ്ട്. ഇത് മാത്രമാണോ ഇനം? 3rd ഇയർ ആണ്. കഴിഞ്ഞ 3 വർഷം ഞാൻ ഇവിടെ തിരുവനന്തപുരം കൊല്ലം തിരുവനന്തപുരം കൊല്ലം ഉണ്ടായിരുന്നു. അതിന് എ ഗ്രേഡാ? A grade. ഇത് റിസൾട്ട് വന്നോ? റിസൾട്ട് വന്ന A grade. എ ഗ്രേഡ് ആണ്. വേറെ എന്തെങ്കിലും ഇവന്റ്സ് ഉണ്ടോ ഇനി? വേറെ ഇല്ല, ഇതന്നെ ഉള്ളൂ. ഇതന്നെ ഉള്ളൂ. അപ്പം കോഴിക്കോട് ഇത്തവണ കപ്പ് തൂക്കുമല്ലേ? കപ്പ് തൂക്കും, കൺഫേം. അതിലൊരു സംശയമില്ല. 2 വർഷം തൂക്കില്ല, ഈ 3ാമത്തെ വർഷം തൂക്കും. അവന്റെ കോൺഫിഡൻസ് എനിക്ക് ഇഷ്ടമായി. അതാണ് വേണ്ടത് ശരിക്കും. കോഴിക്കോട്ടുകാർക്ക് കോൺഫിഡൻസ് ഇതിൽ കൂടുതലല്ലേ? കുറച്ച് കൂടുതലുണ്ട്, കുറച്ചധികം. അതുകൊണ്ടാണ് സ്ഥലം തെറ്റിച്ചത്. കഴിഞ്ഞ 2 കൊല്ലം ഒന്ന് പോയി. അത് 1 പേച്ചാൽ 3 അതെന്താണ് നമ്മൾ എടുക്കും. യെസ്. അപ്പൊ ഇത്തവണ കോഴിക്കോടിന് കപ്പാണെന്നാണ് അദ്രിനാഥ് പറയുന്നത്. യെസ്. അപ്പം തൂക്കി. അപ്പൊ താങ്ക് യു. മൈക്കാണ്, കുഴപ്പമില്ല. അപ്പൊ ഇനി അടുത്ത ടീം വട്ടപ്പാട്ട്. എവിടെ? മണവാളൻ എവിടെ? മണവാളോ? മണവാളിനെ ഞാൻ പെട്ടെന്ന് ഇപ്പൊ നേരത്തെ നോക്കിയപ്പോ മണവാളിനെ കാണുന്നില്ല. മണവാളൻ പുറകിലല്ലാണ്ട് വെട്ടിത്തിളങ്ങി നിൽക്കുന്നു. ഈ മണവാളൻ കൊള്ളാം. അതെ. യെസ്. ഏതാ ജില്ല? ഏതാ? തൃശ്ശൂര്. ഇപ്പൊ കോഴിക്കോട് പോയാ കണ്ടോ? കപ്പ് എടുക്കുമെന്നാ പറയുന്നത്. കപ്പ് കൊടുക്കുവോ? കപ്പ് കൊടുക്കുന്നില്ല. ഉറപ്പാ? അവര് 1 കൊല്ലത്തേക്ക് ചോദിച്ചാൽ കൊടുക്കുവോ? തൽക്കാലത്തേക്ക് നിങ്ങൾ ഇപ്പം തൃശ്ശൂര് എനിക്ക് തോന്നുന്നു 618 പോയിന്റുമായിട്ട് 3ാം സ്ഥാനത്താ. 2 ദിവസം കൂടെ ഉണ്ട്, കയറി വരുമല്ലേ? അതിനു മുമ്പ് തിരുവനന്തപുരം ഫസ്റ്റ് അടിക്കും. തിരുവനന്തപുരം പിള്ളേര് പറഞ്ഞു പപ്പനാവിന്റെ പിള്ളേര് കപ്പ് തൂക്കുമെന്ന്. തൃശ്ശൂരിന്റെ പിള്ളേര് പറയുന്നു ശക്തന്റെ പിള്ളേര് കപ്പ് തൂക്കുവോ? ശക്തന്റെ പിള്ളേര് കപ്പ് തൂക്കും. കപ്പ് തൂക്കേണ്ട കാര്യമില്ല, ഇപ്പം കയ്യിലുണ്ട്. അവിടെ നനക്കാൻ സമ്മതിക്കരുത് അല്ലേ? അവിടെ തന്നെ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ആരാ പാട്ട് പാടുന്നവരാ? യെസ്. അപ്പൊ ആ മൈക്ക് അങ്ങോട്ട് കൊടുത്തോ. നേരെ പരിപാടിയിലേക്ക്, നമുക്ക് വൈകാതെ നേരെ പരിപാടിയിലേക്ക് കടക്കാം. അപ്പോ പേരെന്ന് പറയാം. ആരംഭരാഗമോടെ മനസ്സിൻ നിഷ്കല തേടണ നാള്. ആരംഭരാഗമോടെ മനസ്സിൻ നിഷ്കല തേടണ നാള്. രാക്കുയിൽ മൂളണ ശീലിൽ മനതാരിൽ കുളിരേകണ നാള്. ഭൂവിയിൽ ചേർന്നു നിൽക്കാൻ മാരൻ യൂസുഫ് കൊതിയിടും നാള്. സുബർഗത്തി തേരിലേറി മലായിക്കും കൂട്ടിനേറി. നിലാവിന്റെ ശോഭയാലേ കൊതിയൂറും നാള് ബന്ധേ, നിക്കാഹിന്റെ നാള് ബന്ധേ. തകർത്തല്ലേ? മണവാളന്റെ ചിരി ഹൈലൈറ്റാ. മണവാളന്റെ പേരും ഹൈലൈറ്റാ. മണവാളന്റെ പേര് മുഹമ്മദ് മുസ്തഫ. അതാണ് മണവാളന്റെ പേര്. ഇനി നമുക്ക് അവിടുത്തെ പേര് ചോദിച്ചു വരാം അല്ലേ? അതിപ്പോ മണവാളൻ പേര് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ അവന് മൈക്ക് കൊടുത്തത്? ശരി, പിന്നെ അങ്ങോട്ട് മൈക്ക് കൊടുത്തേക്ക്. വിനായക്, ആദിൽ, അമീർ, ഷാഹിസ്, നിസബ്, ബാസിത്ത്, അഭിയാൻ, അഫ്നാൻ. അമീർ എന്നാ പറഞ്ഞേ? ഞങ്ങൾക്ക് ഒരു അമീർ ഉണ്ട്. നമുക്കൊരു അമീർ ഉണ്ട്. അമീർ ഇവിടെ ഉണ്ട്. ഇവിടെ എവിടെയെങ്കിലും കാണും. അതെ. അപ്പം നമുക്ക് മണവാളിന്റെ കയ്യിൽ തന്നെ ഒന്നും കൂടെ മൈക്ക് കൊടുക്കുന്നു. മണവാളാ, എത്ര കാലം കൊണ്ടാണ് ഇത് പഠിച്ചെടുത്തേ? 6 മാസം കൊണ്ട്. ശരിക്കും പറഞ്ഞാലേ മണവാളിനല്ലേ ഇതിൽ സുഖം? ചിരി വാരി വെതറിയാ പോരെ എന്നാ നിങ്ങൾക്ക് തോന്നിയോ? എന്ത് സുഖമല്ലേ അവന്? ബുദ്ധിമുട്ടല്ലേ? എപ്പോഴും ചിരിച്ചു വെക്കുന്ന ബുദ്ധിമുട്ടല്ലേ? അതെ, അത് അവൻ അറിയാൻ അതിന്റേതായ ബുദ്ധിമുട്ടുണ്ടല്ലേ? എന്നാലും നിങ്ങളത് പറ, സുഖമല്ലേ അവന്? നിങ്ങൾക്കുള്ള ആ പണി ഇവിടെ ഇല്ലല്ലോ. അസൂയ തോന്നിയോ? നിങ്ങൾ ഇടക്കിടക്ക് പറയാനുണ്ടോ നിനക്കാണ് സുഖം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ
ഹൈലൈറ്റ് ആണല്ലേ? ഓ അതിലാണ് അതെ. ആ ചിരി അങ്ങനെ അങ്ങ് വെച്ചേക്കുവാ. ചിരി വിട്ടിട്ടില്ല. യെസ്. അപ്പം തൃശ്ശൂരിന്ന് കപ്പ് അനക്കുന്നില്ല. തൃശ്ശൂര് തന്നെ ശക്തന്റെ പിള്ളേര് കപ്പ് തൂക്കും അല്ലേ? തൃശ്ശൂർ തന്നെ. ഇനി വേറെ ഏതെങ്കിലും ഇവന്റ് ഉണ്ടോ? തൃശ്ശൂരിനെ കൊണ്ടോളം എന്തായാലും 2 ദിവസം സമയമുണ്ട്. 618 പോയിന്റ്, മുമ്പിൽ 635 പോയിന്റ് അവിടെ കണ്ണൂരാ. അപ്പൊ അടിക്കൂല്ലേ? അവരെ കേറി നമ്മടിക്കും, തൃശ്ശൂർ അടിക്കും. കോൺഫിഡൻസ്, ഫുൾ കോൺഫിഡൻസ്. അപ്പൊ താങ്ക് യു മക്കളെ. എന്തോ അവനെന്തോ പറയാനുണ്ട്. ഞങ്ങളെ HM നല്ല സപ്പോർട്ടായിരുന്നു ഞങ്ങളെ പരിപാടിക്ക്. ഞങ്ങൾ ഫുൾ HM. ഹെഡ് മിസ്ട്രസ് പേര് പേര് സാവിത്രി. സാവിത്രി. യെസ്. സ്കൂൾ ഏതായിരുന്നു? വലപ്പാട്. യെസ്. അപ്പം പിള്ളേര് കുറെ കാലമായോ? ഞങ്ങളുടെ കുട്ടികള് ജൂലൈ മാസം തൊട്ട് തുടങ്ങിയതാണ്. അവര് രാത്രി ഒരു 9 മണി വരെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊരു ഹാർഡ് വർക്ക് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇപ്പൊ ജില്ലാതല മത്സരം നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഇതിപ്പോ A ഗ്രേഡ് അല്ലേ നേടേണ്ടതുള്ളൂ. അപ്പൊ അതെന്തായാലും ഒരു വാങ്ങിക്കുന്നത് ഞങ്ങൾക്ക് ഉറപ്പ് തന്നെയാണ്. അപ്പം തൃശ്ശൂരിനല്ലേ കപ്പ്? അത് പിന്നെ ഞങ്ങൾ അങ്ങനെ ഉറപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം നമുക്കല്ലേ കപ്പ് കിട്ടിയത്, ഈ വർഷം ഉണ്ടാവുന്നുള്ളൂ വിചാരിക്കുന്നു. അതെ. അപ്പൊ പിള്ളേര് ഒരു കാര്യം കൂടി പറയേണ്ടത്, നമുക്ക് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് 23 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. നാളെ കോൽക്കളിയുണ്ട്. ഒപ്പം എന്റെ ഒരു കുട്ടി കൂടിയുണ്ട്. 3 രചനാ മത്സരങ്ങളിൽ പങ്കെടുത്ത അഭിനവുണ്ട്. അവരെയും കൂടി ഇവിടെ ഉണ്ടോ? ഏതായിരുന്നു ഇനം? ചിത്രരചന, പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളർ, ഓയിൽ പെയിന്റിംഗ്. ഈ നാലെണ്ണത്തിന് A ഗ്രേഡ് കിട്ടിയോ? ഇപ്പൊ 2 റിസൾട്ട് വന്നിട്ടുണ്ട്. ചിത്രരചന, ജലച്ചായവും പെൻസിൽ ഡ്രോയിങ്. പേരെന്തായിരുന്നു? അഭിനവ്. ഞാൻ +2. എല്ലാരും എത്ര? ബാക്കിയുള്ളവരൊക്കെ +1. എല്ലാരും HSS ആണ്. +2 മിക്സ്ഡ് ആണ് ഇതിനകത്ത്. 2 +2 ബാക്കി +1 അല്ലേ? മോൻ +1 അല്ലേ? +2. അപ്പം ഇനി അടുത്ത കൊല്ലം യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ തകർക്കണം അല്ലേ? അതെ. അപ്പൊ +2 അടുത്ത കൊല്ലം യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ തകർക്കുക. +1 അടുത്ത കൊല്ലം വരിക സംസ്ഥാന നമ്മള് അഭിമാന നിമിഷമാണ്. കാരണം നമ്മുടെ 23 കുട്ടികൾ 5 ഇനങ്ങളിലായിട്ട് പങ്കെടുക്കുന്നത് ഏറെ സന്തോഷം തന്നെയാണ്. നാളെ അപ്പൊ കോൽക്കളി കഴിഞ്ഞിട്ടേ പിള്ളേരെയും കൊണ്ട് ഇങ്ങോട്ട് വരണം. അതെ, നമുക്ക് തകർക്കാം. ഓക്കെ അല്ലേ? നാളെ കാണത്തില്ലേ കോൽക്കളി? നിങ്ങൾക്കുണ്ടോ കോൽക്കളി? ആർക്കെങ്കിലും ആ ടീമിലുണ്ടോ? ആരെങ്കിലും കോൽക്കളി ടീമിൽ ആരുമില്ല. നിങ്ങളും പോരി കേട്ടോ. മണവാളൻ പ്രത്യേകം വരണം. മണവാളനെ ഞാൻ നോട്ട് ചെയ്ത്. അതെ. അപ്പം താങ്ക് യു. അപ്പം ഇനി അടുത്തെന്താ? ഒരു ആൺപടയുടെ പെർഫോമൻസ് കഴിഞ്ഞു. അടുത്ത ടീം ആരാണ്? അടുത്തതാരാ? ഇനി ഒരു പെൺപടയുടെ. അതെ. യെസ്. തിരുവാതിരയല്ലേ? ഓക്കെ. HSS ആണോ? ഞാൻ കേട്ടില്ല, ക്ഷമിക്ക്. അപ്പം ഏതാ ജില്ല? എറണാകുളം. നമ്മളെ എറണാകുളംകാരാ. നമ്മുടെ കർമ്മമണ്ഡലം എറണാകുളം അല്ലേ? സ്കൂൾ ഏതാ? കറക്റ്റ്. ഏതാ സ്കൂള്? മൂവാറ്റുപുഴ. നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ആരാ പാടുന്നത്? സ്കൂള് മനസ്സിലായില്ല. അപ്പുറത്തെ ചെണ്ടായതുകൊണ്ട് അതെ, ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. നമുക്ക് ഒരു കാര്യം ചെയ്തല്ലോ, ആദ്യം വിശേഷം ചോദിച്ചാലോ? അതെ. അപ്പോഴേക്കും നമുക്കൊരു സമയം കിട്ടും അല്ലേ? അതെ. യെസ്. അവിടെ തുടങ്ങാം. ഇവിടെ തുടങ്ങാം. മോളെ പേര് പറ. നിയ, ഐറിൻ, മാളവിക, ശ്രീലക്ഷ്മി, ആവണി, വൈഗ, ദേവനന്ദ, ശ്രീനന്ദ, ഹൃദ്യ. ഞാനൊരു കാര്യം ചെയ്യട്ടെ? അമ്മ എന്തിനാ? ഓക്കെ. അപ്പം നമുക്ക് ഈ പരിപാടിയിലേക്ക് കടക്കാം. ഇത് എത്ര കാലമായി ഇത് പഠിച്ചു തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ പ്രാക്ടീസ് തുടങ്ങിയിട്ട്? മൈക്ക് പറഞ്ഞോ. 2 വർഷമായിട്ട് വരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ജില്ല വരെ വന്നുള്ളൂ. ഈ പ്രാവശ്യം സ്റ്റേറ്റിലേക്ക് പിന്നെ ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാണ് പറ്റിയത്. സ്റ്റേറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. റിസൾട്ട് വന്നിട്ടില്ല. സാധാരണ ഇങ്ങനെ ഓരോ പരിപാടി വന്ന് റിസൾട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് പോവാറാകുമ്പോ അവിടെ A ഗ്രേഡ് വരും. ഇപ്പൊ വരും. കൺഫേമാ. A ഗ്രേഡ് കൺഫേമാ. അതെ. പിന്നെ ഇവര് ആവേശമാണ് കേട്ടോ. അതെ. ഭയങ്കര ആവേശം. ഈ എറണാകുളം കപ്പടിക്കുവോ? അടിക്കാം. ഉണ്ട്.
അതെ, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ചെണ്ടമേളം കാരണം സ്കൂളിന്റെ പേര് കേട്ടില്ല. ഒന്നും കൂടെ കൃത്യം. GHSS മൂവാറ്റുപുഴ. സെന്റ് അഗസ്റ്റിൻസ് മൂവാറ്റുപുഴ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി. ഇനി സെന്റ് അഗസ്റ്റിൻ ഗേൾസ് സ്കൂളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പരിപാടിയിലേക്ക് കിടക്കാം. ഇതാരാ പാട്ടുകാരൻ? ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ സെറ്റ് ആയിക്കോ. പാട്ടുകാരി ഇങ്ങോട്ടും ആയോ? പാട്ടുകാരി പെട്ടെന്ന് പോയി. അപ്പോഴേക്കും നമുക്ക് പെട്ടെന്നൊരു വേദിയിലേക്ക് ഓടിപ്പോയി വരാം. എന്നിട്ട് തിരിച്ചു വരാം. കണ്വാമൂനിക്ക് കാതരാക്ഷിയേക്കാളും താത കണ്വാമൂനിക്ക് കാതരാക്ഷിയേക്കാളും ചൂതാതി തരുക്കളിൽ പ്രീതി എന്നതു നൂനം അല്ലെങ്കിൽ ഇന്നീ നവ പല്ലവാങ്കി ഇവളെ അല്ലെങ്കിൽ ഇന്നീ നവ പല്ലവാങ്കി ഇവളെ വല്ലി സേചനം ചെയ്യുവാൻ ചൊല്ലുമോ. യെസ്, നമ്മൾ തിരുവാതിരക്കളി, എറണാകുളംകാരുടെ തിരുവാതിരക്കളി കാണാൻ പോവാണ്. റെഡിയല്ലേ? റെഡിയാണ്. അപ്പം തുടങ്ങിക്കോ. മേനകതൻ പുത്രിയും തൻ തോഴിമാരും കൂടി കാനനത്തിൽ പൂക്കൾ തേടി ലീലയാടി മേവി മാലിനി തങ്ങളെ മാടി വിളിച്ചിടുന്നു നമ്മെ മാടി വിളിച്ചിടുന്നു. ചോലയിൽ ദാഹമകറ്റി പൂക്കളിരുത്തിടേണ്ടേ പെണ്ണെ മാല കൊരുത്തിടേണ്ടേ. വെട്ടി നിറച്ചിടേണ്ടേ പെണ്ണെ വെട്ടി നിറച്ചിടേണ്ടേ. ഇരുത്തെടുത്തവ ഇടകലർത്തി കൊരുത്തു വെച്ചിടേണ്ടേ മാലകൾ കൊരുത്തു വെച്ചിടേണ്ടേ. തെറുത്തു കെട്ടിയ മുടിയിഴകളിൽ പല നിറത്തിൽ പലതരത്തിൽ പല നിറത്തിൽ മുടിയിഴകളിൽ പല നിറത്തിൽ പലതരത്തിൽ അലങ്കരിക്കേണ്ടേ പെണ്ണെ അലങ്കരിക്കേണ്ടേ പെണ്ണെ അലങ്കരിക്കേണ്ടേ പെണ്ണെ അലങ്കരിക്കേണ്ടേ. തകർത്ത്. രേണുക അതിന്റെ ഇടയ്ക്ക് ഒരു ആഗ്രഹം പറഞ്ഞു, തിരുവാതിര കളിക്കണമെന്ന്. എപ്പോഴാണോ പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നു. ഞാൻ കേട്ടെ. പഠിപ്പിക്കല്ലേ? നിങ്ങൾ പഠിപ്പിക്കുവോ? പിന്നെ അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചേ, ഈ തലയിലിരിക്കുന്ന ഈ മുല്ലപ്പൂവിന്റെ കൂടെയുള്ള മറ്റേതെന്തുവാ? അത് യെസ്. ഈ തിരുവാതിരയ്ക്ക് പാതിരാപ്പൂ എന്ന് പറഞ്ഞൊരു സംഭവം പണ്ട് ഉപയോഗിക്കുമായിരുന്നു. അറിയാമോ? പാതിരാപ്പൂ ചൂടി കണ്ണഴി. ആ പാട്ട് കേട്ടിട്ടുണ്ടോന്ന്? ആ, അതാണ്. അപ്പൊ ആ പാതിരാപ്പൂ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. പാതിരാപ്പൂ ചൂടാനാണ് പോകുന്നത്. മൈക്ക് അടുപ്പിച്ചു പിടിച്ചോ. നമ്മൾ തിരുവാതിര നൊയമ്പ് നോക്കി രാത്രി നമ്മൾ ഉറക്കമുളച്ച് ഒരു 2 മണിയൊക്കെ ആകുമ്പോ നമ്മള് പാതിരാപ്പൂ ചേടാൻ പോകും. പാതിരാപ്പൂ തേടാൻ പോകും, ചൂടാൻ പോകും. പാതിരാപ്പൂ കയ്യിലുണ്ടോ? ഇല്ല. അല്ല, അപ്പൊ പാതിരാപ്പൂ ആദ്യം കണ്ടുപിടിക്കണ്ടേ, എന്നിട്ട് വേണ്ടേ ചൂടാൻ? അതെവിടുന്ന് പറിക്കും? അതെവിടെ? കാട്ടെവിടെ? അപ്പൊ നട്ട പാതിരക്ക് ഇറങ്ങണം പാതിരാപ്പൂ. അപ്പൊ പിന്നെ പാതിരാപ്പൂ ആയില്ലല്ലോ. അല്ല, ഇപ്പൊ എവിടെ നിൽക്കുന്നേ? അവിടെ തിരുവാതിര പഠിപ്പിക്കട്ടെ. യെസ്. എന്തൊക്കെ കാണണം. ഒരാൾ പാടിക്കൊടുക്കുവോ? യെസ്, പാട്ടിന്റെ കൂടെ വരട്ടെ. ഒട്ടും താളമില്ലാത്ത കൊച്ച.
ഓക്കെയാ നടക്കുവോ? ആ കാണാം. കളി പോട്ടെ, നോക്കട്ടെ. കുറച്ചൊക്കെ അറിയാം കേട്ടോ. അത് തന്നെ കറക്റ്റ്. ആവേശം കയറിയ പാട്ടിട്ട് വിട്, കാണട്ടെ. എന്നെ അടിക്കാൻ എവിടെ അടിക്കാൻ? കൈ കാണുന്നുണ്ട്. എന്നെ അടിക്കാൻ അടിച്ചാ മതി. ഇപ്പൊ അടിച്ചേനെ. ഭാഗ്യത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇവിടെ തൊട്ടടുത്ത് നിന്നാരാ മോളല്ലേ? ഭാഗ്യമാണ്, പുണ്യം ചെയ്ത ജന്മമാണ് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു അടി വീണായിരുന്നോ? ഇല്ല. ഒന്ന് പേടിച്ചല്ലേ? തലതാരിടയ്ക്കാ മിസ്സായത് കേട്ടോ. എന്നോട് എന്ത് പറഞ്ഞാൽ ഞാൻ അപ്പ ചെയ്ത കൂട്ടത്തില. ഇപ്പൊ പോയൊരു ലോട്ടറി എടുത്ത് അടി. അതെ, കൺഫേമാ. അപ്പം നമ്മൾ ഇവരെ പേര് ചോദിച്ചില്ല. ചോദിച്ചായിരുന്നു? അതെ, മറന്നുപോയതാ. അപ്പൊ എറണാകുളം കപ്പടിക്കോ? എറണാകുളം കപ്പടിക്കോ? അടിക്കുമെന്ന്. യെസ്. അപ്പൊ താങ്ക് യു. ഓക്കെ, ഇവര് കൊള്ളാൻ കിട്ടും. അതെ, ഇതിങ്ങനെ തന്നെ പോണം. ഇതേ ആവേശത്തിൽ നിന്ന് എറണാകുളം കപ്പടിക്കും. യെസ്. ഓക്കെ. അപ്പൊ ഓക്കെ. ഇത്ര എനർജി ഉള്ള പിള്ളേരെ. അതെ. ജേർണലിസം താല്പര്യമുണ്ടോ? നമുക്ക് ഈ പരിപാടി അതെ വേണ്ടെന്നാണോ? ആലോചിക്കാന്നൊക്കെ. ആലോചിക്കാന്ന് പറഞ്ഞു. ഓക്കെ. വാർത്ത വായിക്കുമോ? വാർത്ത വായിക്കാൻ താല്പര്യമില്ല, പറയാൻ താല്പര്യം. റിപ്പോർട്ടിംഗ് എന്നാ ഇപ്പൊ നടന്നൊരു റിപ്പോർട്ടിംഗ് ചെയ്യാം. ഇപ്പൊ നടന്ന സംഭവം തത്സമയം നമ്മൾ കേരള വിഷൻ. അപ്പൊ ശരി, തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ്. താല്പര്യമില്ല, ജേർണലിസം താല്പര്യമില്ല മോള്. കുറച്ച് കഴിയുമ്പോഴേ ഇത് മാത്രമല്ല, അതാണ് പ്രശ്നം. ഇതൊന്നുമല്ല, അത് സംഭവങ്ങളുണ്ട്. അതെ, താല്പര്യം ഉണ്ടെങ്കിൽ വരിക. അതെ, താല്പര്യമില്ലെങ്കിൽ വേറെ ഒക്കെ നിങ്ങൾ ഇഷ്ടം. അപ്പൊ ഓക്കെ, താങ്ക് യു, ബൈ. എനർജി ടീം അല്ലേ? എനർജി സ്റ്റാറിന്റെ പേരെന്ന് പറഞ്ഞേ. അവള് മോളുടെ പേര് ശ്രീലക്ഷ്മി. എനർജി ഉള്ള കൂടുതലാണ്. നമുക്ക് അടുത്ത ടീമിനെ വിളിക്കാം. അതെ, അടുത്ത ടീമിനെ വിളിക്കാം. വാ. ഇതാണ്. എന്താണ്? രേണുക പറയട്ടെ. ഇതെന്താണ്? പറ. എന്താണ്? നിങ്ങൾക്ക് മോള് പറയില്ലേ? എന്നാ രേണുക പറഞ്ഞു. എന്താണ് രേണുക? കൂടിയാട്ടല്ലേ? കണ്ടുപിടിച്ച് കളഞ്ഞല്ലേ? ഇത് നങ്ങ്യാർകൂത്ത് അല്ലേ? ഈ അശരീരെ തെറ്റിച്ച് അകത്തത് കൂടിയാട്ടല്ലേ? അല്ലെങ്കിൽ അവൾക്ക് അറിയായിരുന്നു അശരീരി. അപ്പൊ മോളുടെ പേര്? ജില്ല? കണ്ണൂരുകാർക്ക് നങ്ങ്യാർകൂത്ത് അത്ര ദൂരെയല്ല അല്ലേ? അപ്പം ഈ ചാക്യാർകൂത്തും നങ്ങ്യാർകൂത്തും തമ്മിൽ എന്താ വ്യത്യാസം? അതൊന്ന് പറഞ്ഞു പോയാലോ? ഒറ്റ വ്യത്യാസമുള്ളൂ. നങ്ങ്യാർകൂത്തിൽ സംസാരം ഇല്ലല്ലോ, വാചികമാണ്. ഇല്ല, അതായത് വാചികമില്ല, ആംഗികം മാത്രമേ ഉള്ളൂ. വാചികം നങ്ങ്യാറമ്മയുടെ സ്ഥാനത്തിരിക്കുന്നവർ പറയാ, അങ്ങനെയാണ് പറയുന്നത്. ചാക്യാർകൂത്താണെങ്കിൽ വാചികമേ ഉള്ളൂ, കൂടുതലും ആംഗികം ഉണ്ട് അല്ലേ? നമുക്ക് ആ പെർഫോമൻസിലേക്ക് പോയാലോ? മൈക്ക് വെക്കണോ? മൈക്ക് പിടിക്കേണ്ടി വരുമോ? അത് കൈ പിടിക്കോ? അല്ലെങ്കിൽ അങ്ങനെ വെച്ചാൽ മതിയോ? മൈക്ക് വേണ്ട. അപ്പൊ നമുക്ക് ഡയറക്റ്റ് കടന്നാലോ? സൗണ്ട് ഒന്നും വരുന്നില്ല. യെസ്. അപ്പൊ നമുക്ക് പോയാലോ? ഓക്കെ.
യെസ്, തകർത്തു മോളെ. ഞാൻ ചോദിക്കട്ടെ, എന്റെ ദശാവതാരമാണോ ചെയ്തത്? എന്താ അത്? നരസിംഹാവതാരം. നരസിംഹാവതാരം മാത്രമാണ് ഇപ്പം നമ്മളിപ്പോ തുടക്കത്തിലിപ്പോ മത്സ്യമല്ലേ കാണിച്ചത്? മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെ എത്തിയുള്ളൂ അല്ലേ? അപ്പൊ നരസിംഹത്തിലേക്ക് എത്തിയപ്പോഴാണ് നമ്മൾ വന്നത്. അതെ, നമ്മളൊരു എൻട്രി. അപ്പൊ മോടെ പേരൊന്നും കൂടെ പറഞ്ഞേ. ശ്രീനന്ദ, കണ്ണൂരിന്ന്. അതെ, സ്കൂൾ ഏതാ? മട്ടന്നൂർ HSS. യെസ്. അപ്പം ഇനി ഏതൊക്കെ ഇനങ്ങളുണ്ട്? ഇനിയില്ല. നങ്ങേർകൂത്തിനാണ്. റിസൾട്ട് വന്നോ? എ ഗ്രേഡ് ഉണ്ട്. നങ്ങേർകൂത്ത് മാത്രമേ ഉള്ളായിരുന്നു അല്ലേ? സ്കൂളിൽ നിന്ന് മറ്റേ കുട്ടികളൊക്കെയോ? അവർക്കൊക്കെ ഏതൊക്കെയുണ്ട് ഇനി ഇനങ്ങളുണ്ടോ? നാടകമുണ്ട്. എ ഗ്രേഡ് കിട്ടി. അപ്പൊ കണ്ണൂരേക്ക് അത്യാവശ്യം എ ഗ്രേഡ് കിട്ടി. കണ്ണൂര് മുന്നിലാ. ഹാപ്പി അല്ലേ? കപ്പെടുക്കുവോ? എടുക്കും. കപ്പ് കൊണ്ടുപോകത്തില്ലേ? സ്വർണ്ണക്കപ്പ് വന്നത് കണ്ണൂരിന്നാ. അപ്പൊ കണ്ണൂര് സ്വർണ്ണക്കപ്പ് കൊണ്ടുപോകും. ഇതിന്റെ പേരെന്താ? കിരീടം മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. എന്റെ ഒരു ഡൗട്ട്, അതിനകത്ത് നാക്ക് കടിക്കുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതെന്താണ്? നരസിംഹ അവതാരം. അതാണോ ഈ തുടക്കത്തിലൊരു മത്സ്യം കാണില്ലേ? കാല്. അതെ, അത് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. പിന്നെ അങ്ങോട്ടുള്ള അവതാരങ്ങൾ ഏതൊക്കെയാ? നരസിംഹാവതാരം. അല്ല, ഞാൻ അല്ലാതെ ചോദിക്കുന്നു. പിന്നെ ഏതൊക്കെ അവതാരങ്ങൾ ഏതൊക്കെ? എനിക്കൊന്നും അറിയാൻ വേണ്ടി ഓർമ്മയില്ല. കുഴപ്പമില്ല. അപ്പൊ ഹാപ്പി അല്ലേ? എ ഗ്രേഡ് കിട്ടിയില്ലേ? യെസ്. അപ്പൊ താങ്ക് യു. ഓക്കെ. അപ്പം നങ്ങ്യാർകൂത്താണ് നമ്മൾ കണ്ടത്. ചാക്യാർകൂത്തും നങ്ങ്യാർകൂത്തും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഇത് കൂടുതലും അഭിനയമാണ്, വാചികമില്ല. കൂടിയാട്ടം അങ്ങനല്ലേ മോളെ? കൂടിയാട്ടത്തില് വാചികാഭിനയം ഉണ്ട്. അതുകൊണ്ട് അപ്പൊ ഇത് കൂടിയാട്ടം ഗ്രൂപ്പായിട്ട് ചെയ്യുന്നത്. ഈ കോസ്റ്റ്യൂം ഏകദേശം കൂടിയാട്ടത്തിന്റെ പോലെ ഒരു കോസ്റ്റ്യൂം അല്ലേ? ഇത് സ്ത്രീവേഷത്തിന്റെ കോസ്റ്റ്യൂം, പുരുഷവേഷത്തിന്റെ കോസ്റ്റ്യൂം വേറെയാണ്. ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള കോസ്റ്റ്യൂം ഉണ്ട്. ഓക്കെ. അപ്പൊ താങ്ക് യു. അപ്പൊ എന്തായാലും ഒരുപാട് കലകളെ പറ്റിയൊക്കെ പഠിക്കാനുണ്ട്, അറിയാനുണ്ട്. ഒരുപാട് പിള്ളേർ നമുക്ക് ഇനി അടുത്ത കുറെ ഇനങ്ങളുമായിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു ഇടവേള വേണം. അതെ, ഒരു ചെറിയൊരു ഇടവേള. കളക്കൻ പൂരം പവേർഡ് ബൈ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. അസോസിയേറ്റ് സ്പോൺസർ Aquila Finance, the legacy of trusted service since 1995. ജെൻലാഗ് NC തിന്നർ, മികച്ച ഫിനിഷിംഗ്, ഉറപ്പുള്ള ഗുണമേന്മ. തിന്നറിൽ ഹേമൻ. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. Kochi's most sought after affordable lending library and co-working space. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ലാസർ ചേട്ടൻ, നമ്മുടെ ബ്രോക്കർ ചേട്ടൻ, ബസ്സിന് പിറകെ പാഞ്ഞുമടുത്തൊരു ശോകം ചേട്ടൻ. വേണം ചേട്ടന് ബൈക്ക്, നല്ലൊരു സൂപ്പർ ബൈക്ക്. ഹൈ, വന്നു ധനലക്ഷ്മി, വന്നു സൂപ്പർ ബൈക്ക്. വായോ വായോ ധനലക്ഷ്മിക്ക് വായോ. വണ്ടി വാങ്ങാം, വീട് വെക്കാം, ബിസിനസ് ഡ്രീം കളർഫുൾ ആക്കാം. ധനലക്ഷ്മി, ധനലക്ഷ്മി, ധനകാര്യത്തിന് ധനലക്ഷ്മി. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ കുട്ടികൾക്ക് വിദേശത്ത് എവിടെ വേണമെങ്കിലും പോയി പഠിക്കാം. പക്ഷെ കാശിന് കാശ് തന്നെ വേണം. എന്നാൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും അക്വിലയുണ്ട്. അക്വില ഫിനാൻസ്, ദ ലെഗസി ഓഫ് ട്രസ്റ്റഡ് സർവീസ് സിൻസ് 1995. കഴിഞ്ഞ 30 വർഷങ്ങളായി അക്വില ഫിനാൻസ് ഇവിടെ തന്നെയാണ്, നമ്മളോടൊപ്പം കേരളത്തിൽ. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. പ്രകൃതി നമുക്കായി കരുതി വച്ചിരിക്കുന്നു അത്യപൂർവ ഔഷധങ്ങൾ. ഔഷധി ഔഷധമാണ്, അത്ഭുതമല്ല. ഒരു കേരള സർക്കാർ സ്ഥാപനം. Now it's my Skazoo. Get ready to have your mind tied up. Mr. Made Skazoo from Skazan India. കളക്കൻ പൂരം പവേർഡ് ബൈ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം.
Associate sponsor Aquila Finance, the legacy of trusted service since 1995. ജെൻലാഗ് NC തിന്നർ, മികച്ച ഫിനിഷിംഗ്, ഉറപ്പുള്ള ഗുണമേന്മ. തിന്നറിൽ ഹേമൻ. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. Kochi's most sought after affordable lending library and co-working space. നമ്മൾ അടുത്ത ഐറ്റമായി നമ്മൾ വന്നിരിക്കുന്നു. എന്താണ്? തമിഴ് പ്രസംഗം അല്ലേ? തമിഴ് പ്രസംഗം. മോനെ ഏതാ പേര് പറ ആദ്യം. അനിരുദ്ധ്. ജില്ല കണ്ണൂർ ജില്ലയിൽ നിന്ന് അനിരുദ്ധിന്റെ ആ പ്രസംഗത്തിലേക്ക് കടക്കാം ആദ്യം. യെസ്. ஏடு தூக்கு பள்ளியில் இங்கு பயிலும் பையன்தான் நாடு காக்கும் தலைவனாய் நாளை விளங்க போகிறான். தித்திக்கும் தேன் தமிழ் திக்கட்டும் பரவட்டும் என் முத்தமிழ் தாய்க்கன் முதல்கண் வணக்கங்கள். எதிர்கால பெய்க்குழியில் எதிர் நீச்சல் போட்டு நித்தந்தாம் பேசிட எழுதிட பேதமை புரிந்திட நடுவர் அவர்களே, ஆசிரியர் பெருமக்களே, வருங்கால தூண்களே, எதிர்கால நீங்களே, நண்பினிய மாணவ செல்வங்களே, ஆண்டோர்களே, சான்றோர்களே, என்னை போன்றவர்களே, வையகமே வானகமே, என்னை வாழ வைக்கும் தமிழகமே, அனைவருக்கும் முதற்கண் வணக்கம் ஆகட்டும் என்று சொல்லி என் தலைப்புக்குள் நுழைகிறேன். താരങ്ങൾ തങ്ങൾ കാടുകളെ. യെസ്, മനസ്സിലായിരുന്നു. കുറച്ചും കൂടെ കട്ടിയായിരുന്നില്ലേ? പക്ഷെ ശബ്ദം കാരണം എനിക്ക് അതുകൊണ്ട് മോനെ അത് എന്താണ് മോന്റെ ആ പ്രസംഗത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ ആണത്. അപ്പൊ എന്താണ് ശരിക്കും ഇന്നത്തെ പ്രസംഗം പറഞ്ഞ ഇതെന്തായിരുന്നു? സയൻസിന്റെ ഡെവലപ്മെന്റിന്റെ നന്മയും തീമയാന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ സയൻസിന് എന്താ തമിഴിൽ പറയുന്നത്? അറിവിയൽ. അറിവിയലിൻ നന്മയും തീമയും. ഓ, അതാണ് ഇവരെ ആ പ്രസംഗത്തിലെ അരസിയൽ. അത് രാഷ്ട്രീയം അല്ല, അരസിയൽ എന്ന് പറയുന്ന പോലെ അരുവിയൽ. അതെ. അപ്പം അരുവിയലിനെ കുറിച്ച്, അരുവിയൽ നന്മയും തീമയും. അമ്മയുടെ പേര് ബിന്ദു. അമ്മയാണോ സപ്പോർട്ട്? അമ്മയാണ് തമിഴ് പഠിച്ചുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്തതാണ്. അമ്മയ്ക്ക് എങ്ങനെ തമിഴ് അറിയാം? ഞാൻ ഈരോടാണ് പഠിച്ചു വളർന്നത്. പഠിച്ചതെല്ലാം ഈരോടാണ്. അപ്പൊ അമ്മയാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തത് അല്ലേ? അതെ. അപ്പൊ മോന് തമിഴ് അറിയോ? കുറച്ച് അറിയാം. സിനിമയൊക്കെ കാണാറുണ്ട് സ്ഥിരമായിട്ട്. അങ്ങനെ പഠിച്ചു? അത് അമ്മ പഠിപ്പിച്ചോ? മോള് 5 കൊല്ലം സ്റ്റേറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മോനെ പ്രാക്ടീസ് ചെയ്തെടുത്തതാണ്. ഓക്കെ. അപ്പൊ ഓക്കെ, കണ്ണൂരേക്ക് കപ്പ് കൊണ്ടുപോവോ? കൊണ്ടുപോകും. യെസ്, കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ താങ്ക് യു. യെസ്. അപ്പൊ ഇനി അടുത്ത ടീം ആരാണ്? അടുത്ത ടീം ആരാണ്? ഈ കുട്ടിയാ? നാടോടി നൃത്തമാണോ? വരൂ. പേര്? വിഷ്ണു. ഏത് ജില്ലയാണ്? കാസർഗോഡാണ് അല്ലേ? ഈ കുട്ടി? അനിരുദ്ധ്. ഓക്കെ. ഇവന്റെ ഇനമേതാ? കേരളാടകം, ഭരതനാട്യം. അത് രണ്ടും ഉണ്ടായിരുന്നല്ലേ? അപ്പം എപ്പോഴായിരുന്നു? രാവിലെ ആയിരുന്നു? ഇന്ന് രാവിലെയും ഇന്നലെ രാവിലെയും. എന്നിട്ട് റിസൾട്ട് എങ്ങനെയുണ്ട്? എ ഗ്രേഡ്. രണ്ടും എ ഗ്രേഡ്. ജില്ല എവിടാ? ജില്ല കണ്ണൂർ. കാസർഗോഡ് കപ്പടിക്കുമോ? അടിക്കുമായിരിക്കും. കണ്ണൂര് കപ്പടിക്കും. കണ്ടാ, ഇതേപോലെ പറ. അടിക്കും. അപ്പം ബാക്കി നിങ്ങളായിക്കോളും കേട്ടോ, ആരാന്നുള്ളത്. പാട്ട് റെഡിയാണോ? പാട്ട് റെഡിയാണ്. അപ്പൊ ആദ്യം നമുക്ക് കാണാം അല്ലേ? യെസ്. ചോദിച്ചു വാക്കനാര് ആ വന്തിരു വംശത്തെ ഇളമുറക്കാരനായി ദേശങ്ങൾ താണ്ടുന്ന പുക്കനാര്. ഓക്കെ, എങ്ങനെയുണ്ട് വിശേഷങ്ങൾ? ഓക്കെ അല്ലേ? മോനും കൂടെ വന്നേ. കഥക്കില് നിന്നില്ലേ? ഭരതനാട്യം, കേരളാടകം, അത് രണ്ടിനാണ് എ ഗ്രേഡ്. റിസൾട്ട് വന്നു. അപ്പം എ ഗ്രേഡ് ഉണ്ട്. അപ്പം ആരാ ഗുരു? മുത്തുരാജ് മാസ്റ്റർ. ഉണ്ടോ ഇവിടെ? പുള്ളി ഉണ്ടോ ഇവിടെ? ഉണ്ട്. വാ, വിളിക്കാം. മാഷിനെ കൂടെ ഒന്ന് വിളിക്കാം. നടുക്കൊണ്ട് വന്നു. അപ്പം ഇത് മകൻ, ശിഷ്യൻ.
മകനും ശിഷ്യനും എ ഗ്രേഡ് കിട്ടി. ഹാപ്പിയാണ് അല്ലേ? അപ്പം മകൻ ഫോക്ക് ഡാൻസിലോട്ട് മത്സരിച്ചില്ലേ? പോക്കില്ല, ലണ്ടൻ, കേരള ഭരതനാട്യം മാത്രം. ഭരതനാട്യമേ ഉള്ളൂ. അപ്പം മാഷ് കുറെ കാലമായോ? ഇവൻ 4ാമത്തെ വർഷം സ്റ്റേറ്റിൽ, അവൻ 2ാമത്തെ വർഷം. അപ്പം മാഷാണ് ഈ പാട്ടൊക്കെ ചിട്ടപ്പെടുത്തി റെഡിയാക്കി കൊടുത്തത് അല്ലേ? എന്താണ് ആ ഫോക്ക് ഡാൻസിന്റെ തീം? അതൊരു കീഴാർച്ചക്കന്റെ കഥയായിട്ട്. ജാതി വിവേചനം നേരിട്ടതിന്റെ. അതെ. ഇനി മാഷിന്റെ വേറെ ഏതെങ്കിലും ശിഷ്യന്മാരുണ്ടോ ഇവിടെ? ഇല്ല, 2 പേരേ ഉള്ളൂ. മാഷിന്റെ പേരൊന്നും കൂടെ? മുത്തുരാജ്. യെസ്, കണ്ണൂർ. അപ്പൊ മാഷ കണ്ണൂർ കപ്പടിക്കുവോ? തീർച്ചയായും. കാസർഗോഡ് കപ്പടിക്കുവോ? പക്ഷെ ശിഷ്യന് എ ഗ്രേഡ് കിട്ടി. കാസർഗോഡ് അടിക്കും. സന്തോഷം. ഓക്കെ, എന്തായാലും മാക്സിമം കപ്പടിക്കും എന്ന് തന്നെ കേട്ടോ. കോൺഫിഡൻസ് ഒട്ടും വിടണ്ട. കണ്ണൂർ കപ്പടിക്കുമോ? കണ്ണൂർ കപ്പടിക്കും. കാസർഗോഡ് കപ്പടിക്കുമോ? അടിക്കും. യെസ്, ആ കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടായാൽ മതി. ഓക്കെ, ബാക്കിയൊക്കെ പിന്നെ. അപ്പൊ ശരി എന്നാ. അപ്പൊ താങ്ക് യു. യെസ്, ഇനി അടുത്തതാരാണ്? യെസ്, ഒരു വലിയ വസന്തം. അതെ, വലിയൊരു ടീം തന്നെ ഉണ്ട്. ഓക്കെ, എവിടുന്നാണ് എല്ലാരും? മലപ്പുറംകാരാണല്ലേ? ഓക്കെ, ഏതാണ് ഇവന്റെ? സംസ്കൃതം സംഘഗാനം. ഓക്കെ. പേര് നമുക്കൊന്ന് പരിചയപ്പെട്ടു പോയല്ലേ പെട്ടെന്ന്? എന്റെ പേര് ദേവിക. ഓക്കെ, മൈക്ക് പോസ്റ്റ് ചെയ്തു. എന്റെ പേര് ശ്രേയ. എന്റെ പേര് ആരാധ്യ. എന്റെ പേര് കാർത്തിക. എന്റെ പേര് വൈഗ. എന്റെ പേര് നിവേദിത. എന്റെ പേര് പൃഥ്വിക. മലപ്പുറം ജില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അവരുടെ പാട്ടിലേക്ക് കടക്കാം അല്ലേ? ഓക്കെ, എത്ര മൈക്ക് വേണം? 1 മതിയോ? ഓക്കെ, റെഡിയാണോ? ഓക്കെ. ശ്രീപദ സരോജാതം ശിരസി കൃത്വാ സംപ്രയാമഃ അമൃത സരോവര ഗുരു ശ്രീപദ സരോജാതം ശിരസി കൃത്വാ സംപ്രയാമഃ അമൃത സരോവര സരള സമരസ സംസ്കൃതേഭ്യ ഭാരതീ അർത്ഥം എനിക്ക് മനസ്സിലായാലും കുട്ടികളോട് തന്നെ ചോദിക്കാം. അർത്ഥം ഒരാളൊന്ന് ഇതിന്റെ ചുരുക്കി ഒരു അർത്ഥം പറയോ? എന്താ ഒരു കൺഫ്യൂഷൻ? എന്താ ടീച്ചർ പറഞ്ഞു? ടീച്ചർ എവിടെ? ടീച്ചറെ ഒന്ന് നടുക്കോട്ട് വന്നാട്ടെ. അതെ, ഇതില് നമ്മുടെ ഭാരതത്തിനെ നമ്മളെ വ്യക്തിത്വത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു തീമാണ് ഈ എന്താ പറയാ സംഘഗാനത്തില് ഗാനത്തിൽ മുഴുവൻ തിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ടീച്ചർ സംസ്കൃതം ടീച്ചറാണ്. അപ്പൊ ഞങ്ങളെ കുറച്ചൊന്ന് സംസ്കൃതം പഠിപ്പിക്കാമോ? ഈ കുറച്ച് നിമിഷം കൊണ്ടാണോ? ഒരു 2 വരി, 2 അതായത് നമ്മളിപ്പൊ പറഞ്ഞ വരില്ലേ? ഇപ്പൊ നിങ്ങളുടെ ജില്ല ഏതാ? മലപ്പുറം ഇത്തവണ കപ്പടിക്കും. മലപ്പുറം ജില്ല ഇതാനി കപ്പ് നിശ്ചയേന പ്രാപ്തം ഭവതി. നിശ്ചയേന പ്രാപ്തം ഭവതി. മലപ്പുറം ജില്ല ഇതാനി മലപ്പുറം ജില്ല ഇതാനി നിശ്ചയാതി കപ്പ് പ്രാപ്തം ഭവതി. മലപ്പുറം ജില്ല. സംസ്കൃതം അല്ല, ഇംഗ്ലീഷ് ആണ്. എന്നാലും നമുക്കൊന്ന് കുഴപ്പമില്ല, നമ്മൾ മലയാളത്തിൽ എന്തോരം ഇംഗ്ലീഷൊക്കെ എടുക്കും. അപ്പൊ പിന്നെ ഇത്തിരി സംസ്കൃതത്തിലോട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് കിട്ടാഞ്ഞിട്ടാണല്ലോ. നമുക്ക് സംസാരിക്കാനല്ലേ ശരിക്കും പറഞ്ഞ ഭാഷ. അപ്പൊ നമുക്ക് മനസ്സിലായാൽ അതിന്റെ ഒരു പരിപാടി കഴിഞ്ഞു അല്ലേ? അപ്പൊ സംസ്കൃതത്തിന് ഇനിയും മുന്നോട്ടൊരു ഭാവി ഉണ്ടെന്ന് ടീച്ചർ കരുതുന്നുണ്ടോ? തീർച്ചയായും എന്തായാലും ഉണ്ട്. അതെ, അപ്പൊ സംസ്കൃതത്തിനെതിരെ അങ്ങനെ കുറെയൊക്കെ വിമർശനങ്ങളൊക്കെ പൊതുവെ കേൾക്കുന്നു. പക്ഷെ അതൊന്നും കാര്യമാക്കുന്നില്ലല്ലേ? കാര്യമാക്കേണ്ട ആവശ്യമില്ല. കാരണം കുട്ടികൾക്ക് അവരുടെ മൂല്യങ്ങള്, നമ്മുടെ മാനുഷിക മൂല്യം ഇപ്പോ തീരെ ഇല്ലാത്തൊരു കാലാണ്. ആ മൂല്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ സംസ്കൃതം ഭാഷ അതിന് വളരെയേറെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് ഇപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളും സംസ്കൃതത്തിൽ നിന്നാണ് വന്നതെന്നാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. ഞാനും കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്. സത്യമാണോ ടീച്ചറെ? ഏറെക്കുറെ. കാരണം ഇപ്പൊ മലയാളത്തിൽ തന്നെ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായ ധാരാളം പദങ്ങള് സംസ്കൃതത്തിൽ അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സരള സംസ്കൃതം പറഞ്ഞാല് ഏതൊരു വ്യക്തികൾക്കും അത് മനസ്സിലാകും. അപ്പൊ അതേപോലെ തന്നെ തമിഴിലാകട്ടെ, ഹിന്ദിയിലെ നമ്മൾ പ്രയോഗിക്കുന്ന കുറെ പദങ്ങള് കുറെ ഭാഷകളിലേക്ക് ഇതിൽ നിന്ന് എടുത്തു പോയിട്ടുണ്ട്. കുറെ പദങ്ങൾ പോയിട്ടുണ്ട്. അതെ, അപ്പം
മദർ ലാംഗ്വേജ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ സംസ്കൃതത്തിനെ പറയാമല്ലേ? അതിൽ നിന്നാണ് ഇത് അങ്ങനെ പിരിഞ്ഞു പോയതെന്ന്. മലയാളമൊക്കെ മലയാളത്തിലേക്ക് തമിഴും സംസ്കൃതവും ഒരേപോലെ വന്നിട്ടുള്ളതാണല്ലോ. അതെ. അപ്പൊ എന്തായാലും പിള്ളേര് കലക്കി, പിള്ളേര് അടിപൊളിയാക്കി. ഇനി ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഇനങ്ങളുണ്ടോ ആർക്കെങ്കിലും? ശാസ്ത്രീയ സംഗീതം ഉണ്ട്. അപ്പം ഹൈസ്കൂളല്ലേ? ഹൈസ്കൂൾ ഏത് കീർത്തനമാണ് പാടുന്നത് നാളെ? ഖരഹരപ്രിയയിലാണ്. ഒരു രണ്ടെണ്ണം. അത് ഏത് താളത്തിലാ? ആദിതാളത്തിലാണോ? മിശ്രജാപ്പിലാണ്. ഓക്കെ. അപ്പൊ നാളെ എ ഗ്രേഡ് വാങ്ങത്തില്ലേ ക്ലാസിക്കൽ മ്യൂസിക്കിന്? ഇതിന്റെ റിസൾട്ട് വന്നോ? ഇതിന് എ ഗ്രേഡ് ഉണ്ട്. അപ്പം അങ്ങനെ സംസ്കൃത സംഘഗാനത്തിന് അല്ലേ എ ഗ്രേഡും കൊണ്ടാണ്. മലപ്പുറത്തിന് എ ഗ്രേഡ് കിട്ടി. മലപ്പുറം കപ്പ് തൂക്കുവോ? കണ്ട ടീച്ചറെ കോൺഫിഡൻസ് ഇത്തിരി കുറവാ. കിട്ടും എന്ന് പറഞ്ഞിട്ട് നിർത്തി. ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞേ. മലപ്പുറത്തിന് കപ്പ് കിട്ടുവോ? കിട്ടും. ടീച്ചറുടെ എനർജി ഇല്ലല്ലോ പിള്ളേർക്ക്. ടീച്ചർ അതിലെ എനർജി പറഞ്ഞല്ലോ. പിന്നെ തീർച്ചയായും മലപ്പുറം കൊണ്ടുപോകും. ആ എനർജി കൊണ്ടുപോയിരിക്കും അല്ലേ? അപ്പം തൃശ്ശൂർക്കാരെ മലപ്പുറം കൊണ്ടുപോകുന്നു പറയുന്നു. ബാക്കി നിങ്ങള് പേടിക്കണ്ട. അപ്പൊ ഓക്കെ, താങ്ക് യു. 2 ലൈൻ സംസ്കൃതവും നമ്മൾ പഠിച്ചു. ഇനി അതൊന്ന് പറഞ്ഞു. മലപ്പുറം ജില്ല ഇദാനി കപ്പ് അദാനി അല്ലേ? അയ്യോ ടീച്ചറെ ഒരു സംശയം. മലപ്പുറം കപ്പ് അല്ല, മലപ്പുറം ജില്ല ഇദാനി കപ്പ് നിശ്ചയ നിശ്ചയേന പ്രാപ്തും ഭവതി അല്ലെങ്കിൽ പ്രാപ്തും ഭവതി. താങ്ക് യു. മലപ്പുറം ജില്ല ഇദാനി കപ്പ് നിശ്ചയ പ്രാപ്തും നിശ്ചയേന പ്രാപ്തും അല്ല, പ്രാപ്തും ഭവതിയുണ്ട്. പ്രാപ്തും ഭവതി. ഓക്കെ, ശരി. ഇനി അടുത്തതാര്? ബാക്കിലാണോ? ഓക്കെ. യെസ്. ഏതാ ജില്ല? കണ്ണൂര്. മുമ്പിലാ കണ്ണൂര്. കൊണ്ടുപോവാണോ? ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ച പറയട്ടെ. ഇവിടെ നമ്മുടെ സംസ്കൃത സംഘഗാനം നടന്നുകൊണ്ടിരിക്കുമ്പോഴേ മോൾ അവിടുന്ന് അതിന്റെ ചുണ്ടനക്കിക്കൊണ്ടാ വന്നത്. ശരിയാണോ? അതെ, അത് ഞാൻ കണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ നിന്ന സംസ്കൃത സംഘഗാനം അതിലേതോ വരിയും പാടിക്കൊണ്ടാ വന്നത് അല്ലേ? മറന്നുപോയി. ആ പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? കേട്ട് പരിചയമുണ്ട്. അങ്ങനെ പഠിച്ചതാണോ അത്? ശങ്കരനുടെ ചരണം ശരണം വരണം മേലിലുമപി സതതം. ശങ്കരനുടെ ചരണം ശരണം വരണം മേലിലുമപി സതതം. യാദുധാര ശിഖാമണി ശൃണു രാജനിയോഗം വീത സംശയ. പിന്നെ പുള്ളിക്ക് അവിടെ ആവേശമാ. അതെ. വരുമ്പോ തന്നെ പുള്ളി പറയും കണ്ണൂരിന് 635 പോയിന്റ് നേരെ ചെവിയിലോട്ടാ പറയുന്നത്. ഇടക്കിടക്ക് പറയും കണ്ണൂരുകാർ വരുമ്പോ പുള്ളിക്ക് ഒരു ആവേശം കയറും. അപ്പൊ നമുക്ക് ഈ പരിപാടിയിലേക്ക് ഇറങ്ങാം. ഒരു മൈക്ക് മതിയോ? ഓക്കെ. അശരീരി പിന്നെ 659 പോയിന്റ് ആയിട്ട് മുന്നിൽ ആവേശം. അശരീരി നേരത്തെ കാട്ടി കൂടി മത്സരം കഴിയുന്നു. നിങ്ങൾക്ക് എ ഗ്രേഡ് അല്ലേ? ആ എ ഗ്രേഡ് ഒക്കെ വന്നതായിരിക്കും. യെസ്, കടക്കാലം. ഗേയം ഗേയം മധുര കല്ലോല മുരളികാഗീതമോംകാര
കണ്ണൂരുകാര് യെസ്, പെട്ടെന്ന് പറഞ്ഞേ. അതെ. കണ്ണൂർ നമ്മൾ പിന്നെ തിരിച്ചു വരട്ടെ. കണ്ണൂർ കപ്പടിക്കൂലേ? ഒന്നും കൂടെ ചോദിക്കുക. ഒരു എനർജിയിലൊന്ന് പറയോ? കണ്ണൂർ കപ്പടിക്കോ? കപ്പടിച്ചിരിക്കും. അതെ, കുറച്ചുകൂടെ വേണം, ഇച്ചിരി കൂടെ. കണ്ണൂരുകാരൻ ആ എനർജി കിട്ടുന്നില്ല. അതെ, കണ്ണൂരുകാരനുണ്ട്. കണ്ണൂർ കപ്പ് കൊണ്ടുപോ. അശരീരി എനർജി ഓക്കെ ആണോ? അതെ, ബാക്കിനെ പിണറായിയുടെ നാടാ കണ്ണൂർ കപ്പ് കൊണ്ടുപോകും. ഓ, കണ്ണൂർ പിണറായിന്റെ നാട്. അത് മുഖ്യമന്ത്രി പഠിച്ച സ്കൂളാ, അതുകൊണ്ട് തന്നെ കണ്ണൂര് കപ്പടിച്ചിരിക്കും. CM-ന്റെ സ്കൂളാണ്, CM പഠിച്ച സ്കൂളാണ് അല്ലേ? അപ്പൊ അങ്ങോട്ട് തന്നെ കപ്പ്. അതെ, അപ്പൊ കണ്ണൂര് കപ്പ് തൂക്കിയെന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഫ്രണ്ടിൽ കണ്ണൂരാണ്. മുന്നിൽ നല്ല പോയിന്റ് വ്യത്യാസമുണ്ട്. 659 പോയിന്റ് ആയിട്ടാ കണ്ണൂര് നിൽക്കുന്നത്. തൊട്ട് പുറകില് കോഴിക്കോട് 645 പോയിന്റ് കോഴിക്കോട് നിൽപ്പുണ്ട്. തൃശ്ശൂർ 643. യെസ്, അതാണ്. അത് ചെറിയ വ്യത്യാസമല്ലോ. കോഴിക്കോട് തൃശ്ശൂർ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. കണ്ണൂരാണ് മുന്നില്. കണ്ണൂർ കപ്പ് തൂക്കുന്ന നമ്മുടെ മുഖ്യന്റെ പിള്ളേര്, CM-ന്റെ പിള്ളേര് അല്ലേ? പിണറായി സാറ് കേക്കണ്ട, ഓടിക്കും നമ്മളെ കട്ടക്ക് പുറത്തെന്ന് പറയും പുള്ളി. അപ്പം ഓൾ ദി ബെസ്റ്റ്. ഇനി വേറെ എന്തെങ്കിലും ഇവന്റ് ഉണ്ടോ? ഏതാ? ശാസ്ത്രീയ സംഗീതം ഗാനാലാപനം. ശാസ്ത്രീയ സംഗീതം ഗാനാലാപനം ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ എ ഗ്രേഡ് കൊണ്ടുവരത്തില്ലേ? കണ്ണൂരിന് ഒരു മുതൽക്കൂട്ടല്ലേ? പേരെന്താ? ദേവാംഗി. നമ്മൾ ഇവരുടെ പേര് ചോദിച്ചോ? ചോദിച്ചില്ല. ചോദിച്ചോ? ഇല്ല. അപ്പൊ ഇവിടെ തുടങ്ങാം. അപ്പൊ അവിടെ തുടങ്ങിയോ? പാർവണ, ഗീത, ആർഷ്ണി, വേദ, സിയ, ദേവാംഗി, ദേവനന്ദ. അപ്പം ദേവാംഗി നാളെ ഇവിടെ വരണം. ദേവാംഗിയും ടീമും എല്ലാരും കൂടെ ഇവിടെ വരണം. നമ്മൾ എന്തായാലും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ വരണം. ഓക്കെ, ശരി. താങ്ക് യു. അടുത്ത ടീം ആരാണ്? യെസ് മോനെ, നല്ല ഓമനത്വമുള്ള മുഖം. നാടോടി നൃത്തം. ഓമനത്വമുള്ള മുഖമാണ്. കുഞ്ഞുമുഖം. ആനന്ദ്. എത്രയിലാ? 8ല്. റിസൾട്ട് വന്നോ? എ ഗ്രേഡ് ഉണ്ട്. മ്യൂസിക് റെഡിയാണോ? അപ്പൊ നമുക്ക് നേരെ അതിലേക്ക് കിടക്കാം അല്ലേ? സെറ്റ്. ഇടിമിന്നൽ കാരിയെ കൊണ്ടുപോയി, പിന്നെ ഇരുളായി മാറി കാളിതൻ ജീവിതം. പട്ടിണി താണ്ഡവമാടി കൂരയിൽ വിശന്നു കരഞ്ഞു ഉണ്ണിക്കിടാത്തൻ. വിശപ്പിൻ നിലവിളി താങ്ങാതായപ്പോൾ കൂര വിട്ടിറങ്ങി ഉണ്ണിക്കിടാത്തൻ. ആരും അറിയാതെ തമ്പ്രാന്റെ കോലത്തെ അടുക്കളവാതിൽ തള്ളി തുറന്നു. എരിയുന്ന വയറിന് ഒരു പിടി വാരവെ കോലത്തെ കണ്ണുകൾ കണ്ടു. ഭക്ഷണക്കള്ളൻ. വായിലെ അന്നം ഇറക്കും മുൻപേ ഭയന്നോടി കീടാത്തൻ കൂരയിലെ പിന്നാലെ തമ്പ്രാനും സേവകരും. തമ്പ്രാന്റെ വരവ് കണ്ട് ഭയന്ന കാളി കുഞ്ഞിനെ വൈക്കോൽ കൂരയിൽ ഒളിപ്പിച്ചു തമ്പ്രാന്റെ മുന്നിലെ കോടിയെത്തി. കുടിനാകെ തിരഞ്ഞൊരു തമ്പ്രാൻ. ഇതിന്റെ തീം മധുചേട്ടന്റെ തീമാണോ? ഇതിന്റെ തീം ഒന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിശന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഒരു തമ്പ്രാന്റെ വീട്ടില് കക്കാൻ കയറും. അപ്പൊ ഇത്തിരി ചോറ് തിന്നണതിന്റെ പേരില് തമ്പ്രാൻ അവരെ കൊല്ലും. അതാണ് തീമ. സമകാലിക പ്രസക്തിയുള്ള തീമാണ്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അതെ. ഞാനേ ഈ ഓമനത്ത് മുഖം ശ്രദ്ധിച്ചപ്പോഴേ അതേ സെയിം ഒരു കോപ്പി പേസ്റ്റ് മുഖം ഇവിടെയും സെയിം മുഖം നോക്കി. അങ്ങോട്ട് വന്നപ്പോ പറഞ്ഞു ഞാൻ പറഞ്ഞു നിന്റെ ചേട്ടനല്ലേ ആനന്ദ്. ഞാൻ അതുകൊണ്ട് ഇവരെ പിടിച്ചോണ്ടെ പേരൊന്നും കൂടെ പറഞ്ഞേ. എന്റെ പേര് ആനന്ദ്. ജില്ല എറണാകുളം കപ്പടിക്കോ? അടിയും. ഇനി വരണ്ടേ നമുക്ക് ഇതേപോലെ? പിന്നല്ല. അതെ, അപ്പൊ തകർത്തു പോണേ. താങ്ക് യു. എറണാകുളം കപ്പെടുക്കുമല്ലോ, പിന്നെ കോൺഫിഡൻസ് വേണം. ഓക്കെ, അപ്പം താങ്ക് യു. അപ്പൊ ഇനി അടുത്തത് നമുക്ക് മലപ്പുലയാട്ടമാണ്. അതിന്റെ കൂടെ നമ്മൾ ഒരാളെ കൂടി വിളിക്കുന്നു. മക്കൾ ഇങ്ങനെ അങ്ങ് നേരുന്നു. സർ പ്ലീസ് കം. What's your name, sir? This look is much familiar for us because
Punjabi house. You know about Punjabi Yes, house? I know. Malayalam film? I'm a movie producer. Movie producer? Yes. Yes. And I've acted in a Malayalam movie. Which movie? യാത്രക്കാരുടെ ശ്രദ്ധിക്കും. Yeah. Yeah. Oh, it was you. ജയറാമിന്റെ അയൽവാസിയായിട്ട് വരും. Yes. Hey, Ramu. Balle, balle. Yes, it was him. Yeah. So I have been in Coimbatore for 62 years. Oh. മലയാളത്തിൽ നന്നായിട്ട് സംസാരിക്കുന്നതാണ്. അതെ. പിന്നെ നല്ലോണം പറയും. നമ്മളെക്കാളും നന്നായിട്ട് മലയാളം പറയും. നല്ല പറയോ? പിന്നെ മലയാളത്തിൽ പാട്ട് പാടുവോ? മലയാളത്തിൽ പാട്ടും പാടും. അതെ. നമ്മുടെ പിള്ളേരെ കണ്ടോ? പിള്ളേർ അടിപൊളിയാണോ? അടിപൊളി. അടിപൊളി. മനസ്സിലായോ? യാത്രക്കാർ ശ്രദ്ധയ്ക്ക് സിനിമ കണ്ടതാണോ? അതിന്റെ അകത്തെ ജയറാമിന്റെ അയൽവാസി ഇല്ലേ? ഒരു വരത്തില്ലേ? പാട്ട് പാടിയാലോ? പാടിക്കോ. 16 റൗഡിച്ചത് മാനത്തോ കല്ലായ കടലത്തോ പനീരിൻ പൂവിരിഞ്ഞത് മുട്ടത്തോ കണ്ണാടി കടവത്തോ പനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കടലത്തോ തകർത്ത്. അടിപൊളി അടിപൊളി. Thank you, sir. Thank you so much. Will you share me that video? Yes, sure. Okay, please contact this. Yes, yeah. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ പിള്ളേരിലേക്ക് കിടക്കാം. ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്. നമുക്ക് ഒറ്റ മിനിറ്റ്, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. സാറിന്റെ പേരും കൂടെ? ടോണി സിംഗ്. ടോണി സിംഗ്. ചക്ക. ആവേശമാണ്. ധോണി സാറിന് ആവേശം. യെസ്, നമ്മുടെ